നമസ്കാരം. കേരള സ്റ്റോറി 2 കണ്ടായിരുന്നോ? കണ്ടു. അത് സംബന്ധിച്ചിപ്പം വിവാദങ്ങളൊക്കെ നടക്കുന്നില്ലേ? അതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? കേരള സ്റ്റോറി 2വിനെ സംബന്ധിച്ച് ആദ്യം ആ ചിത്രത്തെക്കുറിച്ചൊന്ന് പറയാം. കണ്ടതുകൊണ്ട് ഇതൊരു സിനിമ റിവ്യൂ ആയിട്ട് കാണണ്ട. ആ സിനിമ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് കാണണമോ കാണണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ ഓരോരുത്തരുമാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യത്തിനനുസരിച്ചാണ്. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നമ്മുടെ ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടികൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം ആ സിനിമ പറയുന്ന ഒരു 3 പെൺകുട്ടികളുടെ കഥയാണ്. ഒന്ന് ആഗ്രയിലാവട്ടെ, ഒന്ന് രാജസ്ഥാനിലാവട്ടെ, ഒന്ന് നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ നടക്കുന്ന കഥ. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ 2 കഥകൾ സംഭവ കഥകളാണ്. അതിൽ ഒരു നേഹ എന്നുള്ള ആ കഥാപാത്രം പ്രതിനിധീകരിക്കുന്നത് താരാ സഹദേവോ എന്നൊരു അത്ലറ്റ് ഉണ്ടായിരുന്നു, ഒരു സ്പോർട്സ് ിലൊക്കെ വളരെ താല്പര്യമുള്ള, ദേശീയ തലത്തിൽ തന്നെ മെഡലുകളൊക്കെ കരസ്ഥമാക്കിയൊരു പെൺകുട്ടിയെ റാക്കിബുൾ ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചതിച്ച് മതപരിവർത്തനത്തിന് വേണ്ടി ദീർഘമായ പീഡനങ്ങൾക്ക്, ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയ ഒരു കഥയാണ് നേഹയുടെ കഥ. കേരളത്തിലേക്ക് വരുമ്പോൾ സുരേഖ നായർ എന്നൊരു കഥാപാത്രത്തിൻ്റെ കഥ 2015 നാം എല്ലാവരും വായിച്ചു മറന്നുപോയ SFI പ്രവർത്തകയായ അനുജയുടെ കഥയാണ്. തലമൊട്ടയടിച്ച് തൂക്കിൽ തൂങ്ങി നിൽക്കുന്ന അനുജയുടെ ചിത്രം നമ്മളെയൊക്കെ വേട്ടയാടിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ കാലത്തേക്ക് ഹ്രസ്വമായ ഒരു ഓർമ്മയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അതാണ് അനുജയുടെ കഥയാണ്. മൂന്നാമത്തെ ദിവ്യ എന്ന പെൺകുട്ടിയുടെ കഥ പല കഥകളുടെ ഒരു സങ്കലനമാണ്. അതൊരു പൂർണ്ണമായും സാങ്കല്പിക കഥാപാത്രം എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം പല സംഭവ കഥകളുടെയും ഒരു സങ്കലനമാണ് അതിൽ വന്നിരിക്കുന്നത്. ഇത്രയും കഥ ഞാൻ അതിൻ്റെ ഒരു കഥ പറഞ്ഞ് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിലൊരു മുഷിപ്പുണ്ടാക്കുന്നില്ല. ഇനി ചോദ്യത്തിലേക്ക് വരാം. അതിൽ ചോദിച്ചതുപോലെ ഒരു വിവാദങ്ങൾ ഇതിൽ വരുന്നത്, പ്രത്യേകിച്ച് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, വളരെ രാഷ്ട്രീയ പ്രേരിതമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രേരണയാലോ ഉണ്ടാകുന്നൊരു വിവാദമാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇന്നലെ കോട്ടയത്ത് അപ്സര തിയേറ്ററിൽ DYFIക്കാർ ഈ ഷോയെ തടസ്സപ്പെടുത്തിയത് അനുജയുടെ കഥ പറഞ്ഞതുകൊണ്ട് അവർക്ക് ഒരു ഉള്ളരിച്ചിലുണ്ടായത് കൊണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അനുജ അവരുടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകത്തിൻ്റെ, പ്രത്യേകിച്ച് അവരുടെ വിദ്യാർത്ഥി ഘടകത്തിലെ ഒരു പ്രവർത്തകയായിരുന്നു. 23 വയസ്സേ ഉള്ളൂ അനുജയെ ഖലീൽ എന്നുള്ള മുസ്ലിം യുവാവ് പ്രണയത്തിൽ വീഴ്ത്തി ചതിച്ച് കൊണ്ടുപോയി അവർ തമ്മിൽ ലിവിങ് ടുഗദറായി. പിന്നീട് ആ യുവാവിനൊരു ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് അറിയുന്ന അനുജയെ പീഡിപ്പിച്ച് ഉപേക്ഷിച്ച് പോയി. ഇപ്പോഴും പോലീസിൻ്റെ ഒരു ഭാഷ്യം അനുജ ആത്മഹത്യ ചെയ്തതാണെന്നാണ്. പക്ഷേ ഖലീലിൻ്റെ പേരിൽ കേസുണ്ട്, പക്ഷേ ശിക്ഷാവിധിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കാൻ നമുക്ക് അർഹതയില്ല നിയമപരമായിട്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന അനുജയെ തൽക്കാലം ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. കൊലപാതകമാണെന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ അനുജ SFI പ്രവർത്തകയായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് SFI മഹാരാജാസിൻ്റെ അഭിമന്യുവിൻ്റെ കാര്യത്തിലും ഒക്കെ അവർ പുലർത്തി വന്ന ഒരു ഷണ്ഡത്വപരമായിട്ടുള്ളൊരു നിശബ്ദതയുണ്ട്. അതായത് ജിഹാദി അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികളെ ഭയന്ന് വർഗീയത തുലേട്ടെ എന്ന് പറഞ്ഞ് ആരുടെ വർഗീയത എന്ന് എഴുതാൻ അവർക്ക് ധൈര്യമില്ല. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ അനുജയുടെ കാര്യത്തിൽ നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മരോഷം അല്ലെങ്കിൽ ഒരു ആത്മനിന്ദ കാരണമായിരിക്കും DYFIക്കാർ വന്നത്. പക്ഷേ കേരള സ്റ്റോറി 2വിനെതിരെ പൊതുവായി കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ പിന്നിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു ഇസ്ലാമിക ശക്തികളുടെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്വാധീനം എങ്ങനെയാണ് വെളിപ്പെട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രതികരണത്തിൻ്റെ ഒരു രീതി നോക്കിയാൽ മതി. ഇതിനൊരു സമാനതയുണ്ട്. കാരണം കേരളത്തിൽ ഞങ്ങൾ ബീഫ് കഴിക്കുമെന്ന് ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് പറയിപ്പിക്കുക. ബീഫ് കഴിക്കുന്നവർ കേരളത്തിലുണ്ട്. അത് കാരണം യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നവർ അതിലേറെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതിനെതിരെയുള്ളൊരു പ്രതിഷേധം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്. പക്ഷേ ആ രാഷ്ട്രീയത്തെ ഈ പ്രതിഷേധത്തിലേക്ക് തള്ളിവിടുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ പ്രേരിപ്പിക്കുന്നത് പൂർണ്ണമായും മതം മാത്രമാണ്. അപ്പോൾ അതാണ് ആ വിവാദത്തെ സംബന്ധിച്ച് ചുരുക്കി പറയാനുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പം കേരള സ്റ്റോറി 2വിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ ഒരു ഇരട്ടത്താപ്പൊക്കെ നടക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് പക്ഷേ കുറച്ചൊരു ചുറ്റി വളച്ച് പറയാം, കാര്യമുണ്ട്. അതുകൊണ്ടൊന്ന് പ്രേക്ഷകർ ക്ഷമയോടെ കേൾക്കുക. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, പൂർണ്ണമായ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ വ്യക്തികൾക്കും വേണമെന്നാണ്. കാരണം ഭാരതത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അനുമതി പൂർണ്ണമല്ല. കാരണം ഭരണഘടനാ പ്രകാരം
ഒരു മറ്റൊരാളെ നിന്ദിക്കാൻ പാടില്ല, മതനിന്ദ നടത്തുവാൻ പാടില്ല. പക്ഷേ ലോകത്ത് ഉള്ള ഭരണഘടനകളിൽ, ജനാധിപത്യ രാജ്യങ്ങളിലുള്ള ഭരണഘടനകളിൽ ഏറ്റവും പ്രസക്തമായ, ഏറ്റവും നല്ല 2 നിയമങ്ങളുള്ള ഒരു ഭരണഘടന അമേരിക്കയുടേതാണ്. കാരണം അമേരിക്കയുടെ ഫസ്റ്റ് അമെൻമെൻറ്റും സെക്കൻഡ് അമെൻമെൻറ്റും. ഫസ്റ്റ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അതായത് എന്തും പറയാം, നിങ്ങൾക്ക് തമാശയായിട്ടോ ഇതായിട്ടോ പറയാം. പക്ഷേ അത് മറ്റൊരാളെ അപമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിങ്ങളൊരു വില കൊടുക്കേണ്ടി വരും. കാരണം മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ ചിലപ്പോൾ കോടികൾ ആ വ്യക്തിക്ക് കിട്ടും. അത് ആ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത്തരത്തിലുള്ളൊരു രീതിയിലാണ് അമേരിക്കയുടെ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്നത്. സെക്കൻഡ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു പൊസസ് ആംസ് ആണ്. ആംസ് ഗൺസ് ആക്ട് എന്ന് പറയുന്നത്. അതായത് ഒരു സ്വകാര്യ വ്യക്തിക്ക് അയാളുടെ സുരക്ഷയ്ക്ക് വേണ്ട, അയാളുടെയും കുടുംബത്തിൻ്റെയും സ്വത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ട ആയുധങ്ങൾ സംഭരിച്ച് വയ്ക്കാനുള്ള നിയമപരമായ അനുമതി. ഇത് രണ്ടും ഭാരതത്തിൽ വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് രണ്ടും ഭാരതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പീഡനവും അല്ലെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങളും അനുഭവിക്കാൻ പോകുന്നത് ഹിന്ദു സമൂഹമാണെന്നുള്ള തിരിച്ചറിവുമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം, ആയുധങ്ങളുടെ കാര്യം തൽക്കാലം നമുക്ക് വിടാം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് വരാം. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ 1920കളുടെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവസാന കാലഘട്ടമെന്ന് കരുതിക്കുള്ളൂ. 1920കളുടെ തുടക്കത്തിൽ ഹിന്ദു മുസ്ലിം വിരോധം തമ്മിൽ ഒരു ഉരസി തീ പാറുന്ന ഒരവസരത്തിൽ എത്തിയിരിക്കുന്ന ഒരവസരത്തിൽ ഹിന്ദു ദേവന്മാരെ, പ്രത്യേകിച്ചും ദേവതകളെ അപമാനിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗം നിരവധി കഥകളും ലേഖനങ്ങളുമൊക്കെ ഇറക്കി. അപ്പോൾ അതിന് ഒരു മറുപടിയായി ആര്യസമാജത്തിൻ്റെ ഒരു അധ്യക്ഷതയിൽ, അല്ലെങ്കിൽ ആര്യസമാജം മുൻകൈയെടുത്ത് മഹാശയ രാജ്പാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി യുടെ പ്രസാധക സ്ഥാപനം രംഗീല റസൂൽ എന്നൊരു പുസ്തകം പുറത്തിറക്കി. അപ്പോൾ അത് സംബന്ധിച്ച് വളരെ വിവാദമുണ്ടായി. കാരണം ഇസ്ലാമിൻ്റെ പ്രവാചകരെന്നവർ വിശ്വസിക്കുന്ന മുഹമ്മദിനെ കുറിച്ചായിരുന്നു ആ പുസ്തകം. അപ്പോൾ അത് സംബന്ധിച്ച് വളരെ വിവാദങ്ങളുണ്ടായി. ഒടുവിൽ 1929 ഇലുമുദ്ദീൻ എന്നൊരു വ്യക്തി മഹാശയെ കുത്തിക്കൊല്ലുകയായിരുന്നു. കുത്തിക്കൊല്ലപ്പെടുത്തി. ഇലുമുദ്ദീനു വേണ്ടിയിട്ട് കേസ് വാദിക്കാൻ എത്തിയത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. മഹാത്മാഗാന്ധി ഇലുമുദ്ദീനെ ഭഗത് സിംഗിൻ്റെ പ്രവർത്തികളോട് വരെ താരതമ്യം ചെയ്തു. കാരണം ഭഗത് സിംഗ് എറിഞ്ഞ ബോംബ് പോലെ ഇലുമുദ്ദീൻ്റെ ആയുധം ആരെയും അപകടപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ള മഹാത്മാഗാന്ധിയിൽ എപ്പോഴും നമുക്ക് കാണാവുന്നൊരു ഇസ്ലാമിക സ്നേഹം അവിടെയും വന്നിരുന്നു. അത്തരത്തിലുള്ളൊരു രൂക്ഷമായ ഒരു പ്രശ്നത്തിന് വഴിതെളിച്ചതാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം. കാരണം ഇത് രണ്ടും അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഹിന്ദു ദേവന്മാരെ അപമാനിക്കാനുള്ളതും അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. തിരിച്ചതിന് മറുപടിയായി രംഗീല റസൂൽ എഴുതാവുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആത്യന്തികമായി അതുകൊണ്ട് നഷ്ടമുണ്ടായത് ഹിന്ദുക്കൾക്ക് മാത്രമാണ്. കാരണം ഇലുമുദ്ദീനെ തൂക്കിക്കൊന്നെങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെ ശക്തി അതോടുകൂടി വളരെയധികം വർദ്ധിക്കുകയും മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു സംഘടിത മനോഭാവം കൂടുതലായി ഭാരതത്തിലുടനീളം ഉണ്ടാവുകയും അത് ഭാരതത്തിൻ്റെ വിഭജനത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു ഘടകമാണ്, പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഇതാണ്. പക്ഷേ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് ആക്ഷൻ ഡേ പോലുള്ള കടുത്ത പീഡനങ്ങൾക്ക് അവർ ഇരയായി ക്രൂരമായ വംശഹത്യ തന്നെ നേരിടേണ്ടി വന്നു. ഇനി നമ്മുടെ ആധുനിക കാലത്തേക്ക് വന്നാൽ ജോസഫ് മാഷിൻ്റെ കാര്യമെടുക്കൂ. ഹിന്ദുക്കളുടെ മാത്രമല്ല, ഇസ്ലാമിക സമൂഹത്തിന് മാത്രം ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് ഗുണമുണ്ടാകും. കാരണം അവർക്ക് മറ്റ് മതങ്ങളിലെ ദേവന്മാരെ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ അപമാനിക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ടാകും. തിരിച്ച് അവരുടെ വിശ്വാസങ്ങളെ അപമാനിച്ചാൽ നിയമത്തിനെ മറികടന്ന് അവർ കൊലപ്പെടുത്തുകയോ കൈകാല് വെട്ടുകയോ ചെയ്യും. മറ്റ് മതക്കാരത് ചെയ്യാറില്ല, ഹിന്ദുമതം ഒട്ടും ചെയ്യാറില്ല. കാരണം വിമർശനത്തെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ എപ്പോഴും ഒരു സംവാദത്തിൻ്റെ തലത്തിൽ നേരിട്ടാണ് ഹിന്ദുക്കൾക്ക് ശീലം. പണ്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോഴുള്ള ഹിന്ദുക്കൾക്കുള്ള ശീലം ഇതൊന്നും ഞങ്ങളുടെ കാര്യമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈനംദിന സുഖസൗകര്യം മാത്രമാണ് മുഖ്യം. ചാരുകസേരയിൽ നീണ്ടു നിവർന്ന് കിടന്ന് ഞങ്ങളുടെ ജീവിതം അങ്ങ് കഴിഞ്ഞു പോകണം. അത് കഴിഞ്ഞാൽ പ്രളയം വന്ന് നാട് മുഴുവൻ നശിച്ചാലും സർവവും നശിച്ചു പോയാലും ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ളൊരു മനോഭാവമാണ് ഇന്നത്തെ ഹിന്ദു സമൂഹത്തിൽ. അത്തരത്തിലുള്ള ഒരു നിർമ്മമം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു നിഷ്ക്രിയമായ ഏതാണ്ടൊരു ഷണ്ടത്വത്തിനോട് അടുത്ത ഒരു സമൂഹത്തിന് ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം, പൂർണ്ണമായൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ദോഷം ചെയ്യും. ഇനി നമുക്ക് കേരള സ്റ്റോറിയുടെ കാര്യത്തിലേക്ക് വരാം. ഒരു ഇരട്ടത്താപ്പ്, ഞാനിപ്പോൾ പറഞ്ഞൊരു ഇരട്ടത്താപ്പുണ്ടല്ലോ, ഒരു പരസ്പരം അഭിപ്രായ സ്വാതന്ത്ര്യം ആരെ അനുകൂലിക്കും ആരെ പ്രതികൂലിക്കും. ഇസ്ലാമിക സമൂഹത്തിന് അത് അനുകൂലമായി വരും, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പൂർണ്ണത. ഹിന്ദു സമൂഹത്തിന് പ്രതികൂലമായി വരും. ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരള സ്റ്റോറി 2. ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു
ചലച്ചിത്രമാണത് എന്നാണ് അതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. തൽക്കാലം നമുക്ക് ആ നിർമ്മാതാക്കളുടെ വാദം മുഖവിലേക്ക് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രദർശനത്തെ തടയുവാൻ സാധ്യമായ എല്ലാ വഴികളും, അതും മുസ്ലിങ്ങൾ നേരിട്ടിറങ്ങാതെ ക്രിസ്ത്യാനിയും നമ്പൂതിരിയും കൊണ്ടാണ് കേസ് കൊടുപ്പിച്ചത്. അതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക ശക്തികളുടെ സ്വാധീനം വളരെ വ്യക്തമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ നമുക്കൊരു കുറച്ചു കാലം, മാസങ്ങൾ പിന്നിലേക്ക് പോയാൽ എമ്പുരാൻ എന്നൊരു സിനിമ വന്നു. ഹിന്ദുക്കളാണ് അതിനെ എതിർത്തത്. പക്ഷേ അതിനെ പിന്തുണയ്ക്കാനായി മുന്നിട്ടിറങ്ങിയത് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ്. ഇനി കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ കേരള സ്റ്റോറിയുടെ 1-ാം ഭാഗം, അതിൻ്റെ പ്രദർശനത്തെ എതിർത്തത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാവരും ഒരുമിച്ചാണ്. മാത്രമല്ല ദൂരദർശനിൽ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള കത്ത് വരെ ഔദ്യോഗികമായി നമ്മുടെ കേരള മുഖ്യമന്ത്രി എഴുതി. അപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചുള്ള ഇരട്ടത്താപ്പ് കേരള സ്റ്റോറി 2 സംബന്ധിച്ച് മാത്രമല്ല, ഹിന്ദു സമൂഹത്തെ ബാധിക്കുന്ന, ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തെയും ബാധിക്കുന്ന, മറുവശത്ത് ഇസ്ലാമിക ഭീകരവാദികൾ നിലയുറപ്പിക്കുന്ന എന്ത് കാര്യത്തിനും ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ഇരട്ടത്താപ്പ് ഹിന്ദു ക്രിസ്ത്യൻ ധ്വംസനത്തിൻ്റെ പരിധി ലംഘിക്കുന്ന തരത്തിൽ കേരളത്തിലുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇത് ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് ഒരു വ്യത്യസ്തമായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇപ്പം കേരളത്തിൽ പൊങ്കാലയൊക്കെ നമ്മൾ തിരുവനന്തപുരം പൊങ്കാലയൊക്കെ വരാൻ പോകില്ലേ നമ്മൾ ആറ്റുകാലം. അപ്പോൾ നമ്മൾ പാളയം ഇമാം ഒരു സംഭവം പറഞ്ഞിട്ടില്ലേ, അദ്ദേഹം ഒരു ആഹ്വാനം ചെയ്തല്ലോ പൊങ്കാലയോടനുബന്ധിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സാറിന് എന്താണ് അഭിപ്രായം ഉള്ളത്? വളരെ നല്ല കാര്യമാണ്. കാരണം പാളയം ഇമാമിൻ്റെ ആഹ്വാനം പൊങ്കാലയുടെ സമയത്ത് പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ഹൈന്ദവ സ്ത്രീകൾക്കായി പള്ളി അങ്കണങ്ങളിലും മുസ്ലിം സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും വീടുകളിലുമൊക്കെ സൗകര്യങ്ങൾ ഒരുക്കണം, ജലം ആഹാരമൊക്കെ നൽകണം, വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ള ആഹ്വാനം സ്വാഗതാർഹമാണ്. കാരണം മുസ്ലിം മതപണ്ഡിതന്മാർ, പാളയം ഇമാം ഒരു മുസ്ലിം മതപണ്ഡിതനാണല്ലോ, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് അഭിപ്രായം പറയുന്ന തലത്തിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു സൗഹാർദ്ദപരമായിട്ടുള്ളൊരു തലത്തിലേക്ക് പരിണാമം ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഹിന്ദുക്കളോട് പറയാനുള്ളത്, എന്നെ വ്യക്തിപരമായി ഈ മതേതരത്വം എന്ന കീടം കടിച്ച് അതിനുള്ള ചികിത്സ നേടി ആ കടിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ കടിയുടെ വിഷബാധയിൽ നിന്ന് മുക്തനായൊരു വ്യക്തിയാണ് ഞാനെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, സ്വീകരിക്കാം, തള്ളിക്കളയാം. ഈ ഒരു സാഹചര്യം മുസ്ലിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത് അവരെ മാത്രം സംബന്ധിച്ച തീരുമാനമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ദർഗാ പോലുള്ള സ്ഥലങ്ങളിലുള്ള ആരാധനയ്ക്കായി പോകുന്ന ഹിന്ദുക്കൾ അവരുടെ ആ ഒരു സെക്യുലർ മനോഭാവം, മതേതരത്തിൻ്റെ ഒരു കീടം അവരെ കടിച്ചതുകൊണ്ടുള്ള മനോഭാവം കാരണം ഉത്തരേന്ത്യയിലൊക്കെ ഈ ഡാണ്ടിയ ഉത്സവങ്ങളുണ്ടല്ലോ, ഗർബ പോലുള്ള ഉത്സവങ്ങൾക്ക് എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഒരുപാട് തിക്തഫലങ്ങൾ അവരനുഭവിക്കേണ്ടി വന്നു, അതിൻ്റെ ഒരു അനന്തരഫലമായിട്ട്. അതിനുശേഷം അവർ ചില പ്രത്യേക വിഭാഗങ്ങളെ ആ ഉത്സവങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിലക്കുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഈ ഒരു മതസൗഹാർദ്ദ സഹകരണം അത്തരത്തിലൊരു തലത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഹിന്ദുക്കളുടെ കടമയാണ്, പോകാതിരിക്കേണ്ടത് മുസ്ലിങ്ങളുടെ കടമയാണ്. എന്നാൽ യഥാർത്ഥ സൗഹൃദം പുലരൂ. തന്നെയുമല്ല, ഇതിലൊരു സംശയം ഇപ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ട്. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കേരള സ്റ്റോറി പോലെ മുസ്ലിം തീവ്ര വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു സിനിമ പുറത്തിറങ്ങിയത് കൊണ്ടാണോ ഇത്തരത്തിലൊരു നീക്കവുമായി പാളയം ഇമാം മുന്നോട്ട് വന്നത്? ആണെങ്കിലും അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ റംസാൻ സമയമാണ്, മുസ്ലിങ്ങൾക്ക് നോമ്പിൻ്റെ സമയമാണ്, പകൽ അവരൊന്നും ആഹാരം കഴിക്കാറില്ല. തിരുവനന്തപുരത്തെന്നല്ല, കേരളത്തിൻ്റെ ഒരു പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ ഭക്ഷണശാലകൾ ഒരു നല്ലൊരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം മതസ്ഥരാണ്. അപ്പോൾ ആ ഭക്ഷണശാലകളെല്ലാം ഈ റംസാൻ സമയത്ത് പകൽ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് തിരുവനന്തപുരത്ത് വരും. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 15, 20 അതോ 30, എനിക്ക് 30 ലക്ഷമാണെന്ന് തോന്നുന്നു, കണക്ക് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും ലക്ഷക്കണക്കിന് ആൾക്കാർ, 10 ലക്ഷത്തിന് മേൽ സ്ത്രീകൾ നഗരത്തിലെത്തും. നഗരം സ്ത്രീകളുടെ കയ്യിലാവുന്നൊരവസ്ഥയാണ്. അതൊരു കച്ചവട സാധ്യതയായിട്ട് കണ്ടുകൂടിയാണോ ഇത് ചെയ്യുന്നത്? കാരണം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മതേതരത്വം പ്രദർശിപ്പിക്കാൻ വേണ്ടി, ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് കാണിക്കുവാൻ വേണ്ടി
റംസാൻ സമയത്ത് പതിവായി അടച്ചിടുന്ന, അതുകൊണ്ട് തന്നെ വീട്ടിലെ പാചകം വല്ലപ്പോഴുമാക്കി പുറത്തെ ഭക്ഷണം ശീലമാക്കിയ ഹിന്ദു സമൂഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് റംസാൻ സമയത്ത്. എന്നാൽ അവരെ തന്നെ ആകർഷിച്ച് ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സാന്നിധ്യത്തിൻ്റെ ഒരു സാമ്പത്തിക വശം ചൂഷണം ചെയ്യാനാണോ ഇത്തരത്തിലൊരു നീക്കമെന്നുള്ള സംശയവും എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. പലരും എന്നോടത് പറയുകയും ചെയ്തു. അതാവാതിരുന്നാൽ നല്ലത്. അതും ഹിന്ദുക്കളും അതിനെ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ചോദ്യത്തിന് ഉത്തരമായെന്ന് കരുതുന്നു. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.